ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 52 വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും. ശ്ലോകം 9. നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വമവേക്ഷ്യ ധാതാ മായാനിമഗ്നഹൃദയോ വിമുമോഹയാവദേകോ ബഭൂവിധ തദാ കബളാർത്ഥപാണി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. നാരായണാകൃതിം അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വം അവേക്ഷ്യ ധാതാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. നാരായണാകൃതിം അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വം അവേക്ഷ്യ ധാതാ മായാനിമഗ്ന ഹൃദയോ വിമുമോഹ യാവത് ഏകോ ബഭൂവിധ തദ് കബളാർത്ഥ പാണി. വാക്കുകളുടെ അർത്ഥം നോക്കാം. നാരായണാകൃതിം വിഷ്ണുരൂപന്മാരുടെ അസംഖ്യതമാം എണ്ണമില്ലാത്ത നിരീക്ഷ്യ കണ്ടിട്ട് സർവത്ര എല്ലായിടത്തും സേവകം സേവകനായിരിക്കുന്ന സ്വമപി തന്നെയും മായാനിമഗ്ന ഹൃദയ മായയിൽ മുങ്ങിയ മനസ്സോട് യാവത എപ്പോൾ വിമുമോഹ മോഹത്തിൽ മുഴുകിയോ തത് അപ്പോൾ കബളാർത്ഥപാണി പകുതിയുരുള കയ്യിലിരിക്കുന്ന ഏക ഒരേ ഒരുവനായി ബഹുവിധ ഭവിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. നാരായണാകൃതിം അസംഖ്യതമാം അത് ചേർത്തെഴുതുമ്പോൾ നാരായണാകൃതിം അസംഖ്യതമാം ഖ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിരീക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. സർവത്ര സേവകം അപി സേവകമപി സ്വം അവേക്ഷ്യ സ്വമവേക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധാതാ ധാ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. മായാ നിമഗ്ന ഹൃദയോ ഗ്ന ഗ നാന്ന് ചേർത്തെഴുതിയതാണ്. വിമുമോഹ യാവത് ഏകോ ബഭൂവിധ ബഭൂ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭൂ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ബഭൂവിധ ഥ എന്നുള്ളത് കഥ എന്നൊക്കെ ഉള്ളതിലത്തെ നന്നായിട്ട് ഊന്നി പറയണം. തദ് കബളാർത്ഥപാണി അവിടെ വിസർഗം ലാസ്റ്റിൽ, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. കബളാർത്ഥ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വമവേക്ഷ്യ ധാതാ മായാനിമഗ്നഹൃദയോ വിമുമോഹയാവദേകോ ബഭൂവിധ തദ് കബളാർത്ഥപാണി. അടുത്തത് 10ാമത്തെ ശ്ലോകം. നശ്യന്മദേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാ ച നൂതവതിഥാതരിധാമയാതേ പോതൈഃ സമം പ്രമുദിതൈഃ പ്രവിശന്നികേതം വാതാലയാധിപവിഭോ പരിപാഹി രോഗാത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. നശ്യന്മദേ തദനു വിശ്വപതിം മുഹു സ്ത്വാം നത്വാ ച നൂതവതി ധാതരി ധാമ യാതേ പോതൈഃ സമം പ്രമുദിതൈഃ പ്രവിശൻ നികേതം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാത്.
നമുക്കതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തദനു അനന്തരം ധാതരി ബ്രഹ്മാവ് നശ്യന്മതേ മതം പോയവനായി വിശ്വപതിം ജഗന്നായകനെ മുഹു നത്വാച പിന്നെയും കണ്ടു നമിച്ചിട്ട് നൂതവതി സ്തുതി ചെയ്തവനായി ധാമ സത്യലോകം യാതെ ഗമിച്ചപ്പോൾ പ്രമുദിതൈ സന്തുഷ്ടരായ പോതൈ സമം ഗോപകുമാരന്മാരോടൊരുമിച്ച് നികേതം ഗൃഹത്തെ പ്രവേശിച്ചിരുന്ന ത്വം അങ്ങ് വിഭോ അല്ലയോ വാതാലയാധിപ ഗുരുവായൂരപ്പ. രോഗത്തിൽ നിന്ന് പരിപാഹി രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. നശ്യന്മതേ തദനു എന്നാണ് തദനു വിശ്വപതിം മുഹുസ്ത്വാം സ്ത്വാം നവള ചിഹ്നം ദീർഘം മുർക്കം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. നത്വാ ച നൂതവതി നൂ എന്നാണ് ഫസ്റ്റിലല്ലേ വരുന്നത് അക്ഷരം, അതുകൊണ്ട് നമ്മൾ നാന്ന് ഉച്ചരിക്കണം. നത്വാന്നും അതേപോലെ നൂതവതി. ധാതരി ധാ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധാമ ഇതും അതേപോലെ ധാ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. യാതേ പോതൈ സമം പോതൈ എന്ന് കഴിഞ്ഞിട്ട് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമം എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ പോതൈ സമം പ്രമുദിതൈ അവിടെ വിസർഗം പ്രവിശൻ നികേതം വാതാലയാധിപ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിഭോ ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. പരിപാഹി രോഗാത് അങ്ങനെ നിർത്താം. നശ്യന്മതേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാ ച നൂതവതി ധാതരി ധാമയാതേ പോതൈ സമം പ്രമുദിതൈ പ്രവിശന്നികേതം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.